കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നാണല്ലോ പൊതുവിൽ പറയുന്നത്. വാട്ട് വി ഗീവ്സ് അതാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും ഗുരുവായൂരപ്പനെ ഒരു ഉണ്ണിയായിട്ട് കാണാൻ കുറച്ചുകൂടെ താല്പര്യപ്പെടുന്ന ആളാണ്. അപ്പൊ ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകണമെന്നാണല്ലോ. അതെ എനിക്ക് തന്നെ അറിയാം, കൃഷ്ണന് ഒരുപാട് അവിടെ പോകുന്ന ആൾക്കാർ പി നടയിലൊക്കെ വെക്കുന്ന ആൾക്കാരെ അറിയാം, ബലൂൺ നടയിൽ വെക്കുന്ന ആൾക്കാരെ അറിയാം. അപ്പൊ അവരൊക്കെ അത്രത്തോളം ഞാൻ അവരൊക്കെ നമസ്കരിക്കുകയും ചെയ്യാം. കാരണം അവർക്കൊക്കെ ഉള്ളിലുള്ള ആ ഒരു തന്മയി ഭാവം ഭഗവാൻ അവിടെ ഉണ്ട് എന്ന അത്രയും ബിലീഫിന്റെ മുകളിലാണ് അവർ ചെയ്യുന്നത്. അപ്പൊ വീണ്ടും കുട്ടികൾ ചോദിക്കും, അപ്പൊ എന്റെ ഈ ഷർട്ടിന്റെ മുകളിലൂടെ വരാൻ സാധിക്കാത്തൊരു ചൈതന്യത്തെ ഞാൻ എങ്ങനെ ബിലീവ് ചെയ്യണം? ക്ഷേത്രത്തിൽ മാത്രമാണ് ഈശ്വരൻ അല്ലെങ്കിൽ വിഗ്രഹം മാത്രമാണ് എൻഡ് പോയിന്റ് എന്നുള്ള കൺസെപ്റ്റ് നിന്ന് മാറി ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ വിശ്വരൂപ ദർശനത്തെ കുറിച്ച് നമ്മൾ പറയുമല്ലോ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പാത്രത്തെ തേച്ച് കഴുകി എപ്പോഴും വൃത്തിയാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ആ ഭഗവാൻ എപ്പോഴും അവിടെ ഇരിക്കാൻ സാധിക്കുള്ളൂ എന്ന് പറയും. ഈ തേച്ച് കഴുകുക എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ട് യുവതികൾക്ക് വരാൻ പാടില്ല? ഈ തപസ്സും യുവതിയും തമ്മിൽ എന്താണ് പ്രശ്നം? പ്രത്യേകിച്ച് ഈ മെൻസസ് പീരീഡിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ആർത്തവത്തിന്റെ പ്രായപരിധി ഉണ്ടല്ലോ, ഇപ്പൊ നമ്മൾ 10 to 50 അങ്ങനെ പറയാറുണ്ട്. ആ പ്രായപരിധിയിലൂടെ കടന്നു പോകുന്ന ഒരു യുവതിക്ക്, ഒരു സ്ത്രീക്ക് ശാസ്താവിന് അല്ലെങ്കിൽ ഭഗവാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നാ പറയുക. അതായത് ജന്മം കൊടുക്കാനുള്ള കപ്പാസിറ്റി, അമ്മയാവാനുള്ള കപ്പാസിറ്റി. അമ്മ എപ്പോഴും ദേവിയാണ് അല്ലെ? ഭഗവാന് മാത്രമുള്ള ഒരു ശേഷിയാണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കാനുള്ള ശേഷി. അത് തന്നെയുള്ള ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള ആള് ഈക്വൽ ആയിട്ടുള്ള, ഭഗവാനോട് ഈക്വൽ ആയിട്ടുള്ള ഒരാളാണ് അങ്ങോട്ട് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ധ്യാനത്തിൽ നിന്ന് മാറി വരുന്ന ആളെ ബഹുമാനിക്കണം എന്നാ പറയുക. ഒരിക്കലും യുവതികളോട് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടല്ല അങ്ങോട്ട് വരണ്ടെന്ന് പറയരുത്. ഇവർ ഈ 41 ദിവസം എടുത്ത വ്രതത്തിന്റെ അത്രയും കാഠിന്യം ഇവരുടെ ഈ 4 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടെന്നാ പറയുക. ആലോചിച്ചു. അതാണ് ഗുരു പറയുന്നത്, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സൗഖ്യമായിട്ട് വരണം. അതിനേക്കാൾ വലിയൊരു ധർമ്മബോധം ഭാരതത്തിൽ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല.